ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكبروا الله على ما هداكم ولعلكم تشكرون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനീകളെ, വിശ്വാസിനികളെ, റബ്ബുൽ ആലമീനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു പെരുന്നാളിനെയും ഒരു ആനന്ദ സന്തോഷ മുഹൂർത്തത്തെ അനുഭവിക്കാനും അനുഷ്ഠിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് കടാക്ഷിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഈ പുണ്യ സുദിനത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് കുറേ ആളുകൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. സത്യത്തിൽ പെരുന്നാൾ നമസ്കാരം നമ്മുടെ സാധാരണ ഒരു തറാവിന് ശേഷമുള്ള ഒരു ഖുർആൻ ക്ലാസ് പോലെയല്ല എന്ന് മനസ്സിലാക്കുക. ഈ ഖുതുബ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ആരാധന എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് മുസ്ലിം ലോകം അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പെരുന്നാൾ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പലപ്പോഴും ചോദിച്ചേക്കാം, യുദ്ധം നടക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ആഘോഷമെന്ന്. നമ്മളിൽ ചില സഹോദര സമുദായങ്ങളിലൊക്കെ വീട്ടിലൊരു മരണമോ ഒരു ദുരന്തമോ അത്യാഹിതമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആഘോഷങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിനോട് അനുഭാവം കാണിക്കുന്ന പ്രത്യേക ആചാരം. ഇസ്ലാമിൽ പക്ഷേ ആഘോഷം എന്നുള്ളത് കേവലം ഒരു വിനോദമല്ല, അത് തൻ്റെ സ്രഷ്ടാവിനോടുള്ള അതുകൊണ്ട് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നിടത്ത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ എന്ന വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പരിശുദ്ധ റമളാനിൽ അല്ലാഹു തആല അവതരിപ്പിച്ചു തന്നു. അതിന് നന്ദി സൂചകമായി കൊണ്ട് നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ തക്ബീർ ചെയ്യുകയും അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനോട് ഏറെ നന്ദിയും കൃതജ്ഞതയുമുള്ള
അടിമകളായി തീരണം എന്നുള്ളതാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ വലഅല്ലകും തഷ്കുറൂൻ. അടിമകളെ, തന്റെ അടിമകളെ തനിക്ക് നന്ദിയുള്ള കൃതജ്ഞതാ ബോധമുള്ളവരാക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു മനുഷ്യൻ അത്രമേൽ അന്ധകാരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ ഹിദായത്ത് നൽകിയതുകൊണ്ട് ആ അനുഗ്രഹത്തിൽ ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ കനിഞ്ഞു നൽകിയ ഒരു ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ, ഒരു ആഘോഷത്തിന്റെ മുഹൂർത്തത്തെ അതിന് അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. ഒരു മാസക്കാലം നീണ്ട കഠിനമായ ഇബാദത്ത്, വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈദ്ഗാഹിൽ എത്തി നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ വരെ നോമ്പ് അനുഷ്ഠിച്ചു, നോമ്പിനെ കുറിച്ച് നമ്മൾ പറയുക നോമ്പ് അവസാനിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ദാർശനികമായി അതിനെ നമ്മൾ വിശകലനം ചെയ്താൽ നോമ്പ് യഥാർത്ഥത്തിൽ അവസാനിക്കുകയില്ല, നോമ്പ് ആരംഭിക്കുകയാണ്. ഒരു മാസക്കാലത്തെ കഠിനമായ ഇച്ഛാശക്തികളെയും നമ്മുടെ വികാരങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള കരുത്തുള്ള ഒരു പരിശീലനം നമ്മൾ നേടിയെടുത്തു. ഇനി നോമ്പിന്റെ പരിരക്ഷയില്ലാത്ത അഥവാ നരകത്തിലേക്കുള്ള വാതിലുകൾ ഇന്നു മുതൽ തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ പ്രത്യേകമായി തുറന്നു വെക്കപ്പെട്ടതെല്ലാം പടച്ച തമ്പുരാൻ അവസാനിപ്പിച്ചു. ഇനി നമ്മളോട് നോമ്പിൽ നേടിയെടുത്ത ആ ജുന്നത്തുമായി, പരിചയവുമായി ജീവിതം ആരംഭിക്കാനാണ് പറയുന്നത്. നോമ്പിൽ നിന്ന് നേടിയെടുത്ത ധാർമ്മിക ബോധത്തിന്റെ, മൂല്യബോധത്തിന്റെ, ആത്മീയ ബോധത്തിന്റെ, തഖ്വയുടെ, വിശുദ്ധിയുടെ ഒരു ജീവിതം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടന വേദിയാണ് നമ്മുടെ ഈദ്ഗാഹുകൾ എന്ന് മനസ്സിലാക്കുക. അഥവാ ഇന്നത്തോടുകൂടി നമ്മൾ നോമ്പിൽ നേടിയെടുത്ത മൂല്യങ്ങളെ തച്ചു തകർക്കുന്ന, ഇതിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു ആഘോഷ പ്രകടനം നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ച് മുസ്ലിം ലോകം അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു യുദ്ധത്തിന്റെ ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്നലെ അത്താഴം കഴിക്കുന്ന സന്ദർഭത്തിൽ പോലും എന്റെ കൂടെ പഠിച്ച ഖത്തറിൽ ജോലി ചെയ്യുന്ന സഹോദരൻ വളരെ വിഷമത്തോടു കൂടിയിട്ട വോയിസ്, ഇപ്പോഴും മിസൈലുകൾ പൊട്ടുകയും അത് ഇരമ്പുകയും ചെയ്യുന്ന ആ ഇരമ്പൽ അന്തരീക്ഷത്തിൽ കേൾക്കുന്നുണ്ട് എന്നാണ്. ഭീതികൾ ഒഴിഞ്ഞിട്ടില്ല, മാനസികമായി പ്രയാസങ്ങളിലൂടെയാണ് ഗൾഫ് ലോകം കടന്നു പോകുന്നത് എന്നാണ്. ഞാൻ അതിനെ പർവ്വതീകരിക്കുകയല്ല സഹോദരങ്ങളെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു തന്നെയാണ് സ്വർഗത്തിലേക്ക് എത്തേണ്ടത് എന്ന കൃത്യമായ മെസ്സേജ് പടച്ച തമ്പുരാൻ എല്ലാ കാലത്തും നമുക്ക് നൽകിയിട്ടുണ്ട്. വമാ കാന ലിയദറൽ മുഅ്മിനീന അലാമാ അൻതും അലൈഹി. മുഅ്മിനീകളെ, നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, നിങ്ങൾ ഇപ്പോഴുള്ള സ്വച്ഛമായ, സുന്ദരമായ, ശാന്തമായ, സമാധാനം നിറഞ്ഞ, ആഘോഷപൂർവമായ ഈ ജീവിതം തന്നെ നിങ്ങൾക്ക് അങ്ങനെ എക്കാലവും മരണം വരെ അതങ്ങനെ ആസ്വദിച്ച് തുടരാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബദർ യുദ്ധത്തിന്റെ സംഘർഷങ്ങളും അതിന്റെ ഭീതിയും ഭയവും ഒക്കെ അവസാനിച്ച് അങ്ങനെ മദീനയിലേക്ക് എത്തി സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ വിശ്വാസികൾ വിചാരിച്ചു പോയി, ഇനി ഒരു യുദ്ധമോ ഭീഷണിയോ എതിരാളികളിൽ നിന്നുണ്ടാവുകയില്ല. അത്രമേൽ വലിയ ഐതിഹാസികമായ ഒരു വിജയമാണല്ലോ വിശ്വാസികൾ നേടിയെടുത്തത്. ആ സന്ദർഭത്തിലാണ് പടച്ച തമ്പുരാൻ വരാനിരിക്കുന്ന ഉഹുദ് അടക്കമുള്ള പരാജയത്തെയും കൊടിയ യുദ്ധങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒക്കെ സൂചന നൽകിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിനെ അറിയേണ്ടതുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികൾ ആരാണ് എന്ന്, ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച കപടന്മാരായിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് പടച്ച തമ്പുരാന് അറിയേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരട്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ തുടർന്ന് നിരന്തരമായ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വിശ്വാസികൾക്ക് ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ യുദ്ധവിമാനങ്ങളുടെയും ബോംബറുകളുടെയും മിസൈലുകളുടെയും ഇരമ്പലുകൾക്ക് കീഴെയാണ് അവരൊക്കെ ഈ സന്തോഷം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ അടുത്ത 2-3 ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ട ഒരു പെൺകുട്ടിയുടെ ദൃഢവിശ്വാസമുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ, തൊട്ടുപിറകിൽ
മിസൈൽ വന്ന് പതിച്ചുകൊണ്ട് ജനങ്ങൾ വെപ്രാളപ്പെടുമ്പോഴും അല്ലാഹു അക്ബർ, ഞങ്ങൾക്ക് അല്ലാഹുവിനെ മാത്രമേ ഭയമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ അവിടെയുള്ള പ്രശ്നങ്ങളെയും പ്രയാസങ്ങളുടെയും കാഴ്ചകൾ അവതരിപ്പിക്കുന്ന ആ പെൺകുട്ടി തന്നെയാണ്. ഇത്തരത്തിലുള്ള പെൺകുട്ടികളാണ് നമ്മുടെ സമുദായത്തിന്റെ ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ ധീരതയുടെ പ്രതീകങ്ങളായിട്ട് നമുക്ക് അവതരിപ്പിക്കുവാനുള്ളത്. തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് അത് തിന്മക്കെതിരെ, ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിരോധം കൂടിയാണ്, ഒരു പ്രതിഷേധം കൂടിയാണ് എന്നുള്ളതാണ്. ലോകത്ത് മുസ്ലിം ഉമ്മത്ത് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ, നിരപരാധികളായ കൊച്ചുകുട്ടികളൊക്കെ ഈ രൂപത്തിൽ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും, ലോകത്തുള്ള സകല മനുഷ്യർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അധികാരത്തിനും അതുപോലെ തന്നെ വർഗീയതക്കുമൊക്കെ വേണ്ടിക്കൊണ്ട് അതിനെ ജനങ്ങൾക്കിടയിലുള്ള സംഘർഷത്തെ ആയുധമാക്കിക്കൊണ്ട് മുതലെടുക്കുന്ന രാഷ്ട്രീയ ദുഷ്ടക്കണ്ണുള്ള ആളുകളെയൊക്കെ തിരിച്ചറിയുവാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആഗതമാവുകയാണ്. ഈ സന്ദർഭത്തിലും കൃത്യമായ രാഷ്ട്രീയ അവബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മളെ ഭരിക്കുന്ന ആളുകൾ, ഭരണാധികാരികൾ, ജനപ്രതിനിധികൾ അവര് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് ഇവിടെ അവസരമൊരുക്കുകയും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ അടക്കമുള്ള ന്യൂനപക്ഷത്തിന്റെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ആളുകളായിരിക്കണം എന്നുള്ളത് കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും ബോധമുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രക്തം പുരണ്ട മണ്ണിൽ പൂക്കൾ വിരിയുമെന്ന ഉത്തമ വിശ്വാസമാണ് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ അധ്യാപനങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു വിശ്വാസി ഈ സന്ദർഭത്തിൽ ഈദ്ഗാഹിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ ഈദ്ഗാഹിൽ എത്തിയ നമസ്കരിക്കുമ്പോൾ പിറകിൽ നിന്ന് കരച്ചിൽ കേട്ട ഈ കൊച്ചു കുഞ്ഞു പോലും ഒരു വ്യക്തിയായിക്കൊണ്ട് ഇസ്ലാം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞിന്റെ പേരിൽ പോലും ഈ ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ നാട്ടിൽ ഒരു പട്ടിണി കിടക്കുന്ന പാവമില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്റെ പേരിൽ 2.5 കിലോ ധാന്യം വിതരണം ചെയ്തുകൊണ്ട് പട്ടിണി കിടക്കുന്ന ഒരാളും എന്റെ ആഘോഷത്തിന്റെ പരിസരത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഓരോരുത്തരും ഈ ഈദ്ഗാഹിൽ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സഹോദരങ്ങളെ, വലിയ ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമാണ് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വിവര സാങ്കേതിക വിദ്യ അവരുടെ കൈത്തുമ്പിലുണ്ട്. എന്നാൽ അറിവിനെ, ഇൻഫർമേഷനെ ജീവിതത്തിൽ പകർത്തുവാനുള്ള വിവേകം കുറഞ്ഞു പോവുകയോ അത് വിനിമയം ചെയ്യുന്നത് വലിയ അപാകത സംഭവിക്കുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫോണിലെ മാപ്പ് നോക്കിക്കൊണ്ട് വഴി കണ്ടുപിടിക്കാൻ കുട്ടികൾക്കറിയാം. പക്ഷേ വീണുപോയ ഒരു മനുഷ്യനെ, വഴിയിൽ വീണുപോയ ഒരു മനുഷ്യനെ, തളർന്നുപോയ ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കുകയും അയാളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ട് അവശരായ ജനവിഭാഗത്തെ ചേർത്ത് പിടിക്കാനുള്ള ഉന്നതമായ മൂല്യങ്ങൾ, മാനവികത പകർന്നു നൽകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എവിടെയും ലാഭക്കൊതിയുടെ കണ്ണുകൾ കൊണ്ടാണ് വിദ്യാഭ്യാസത്തെ ഇന്ന് നിർവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂല്യങ്ങളില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, വേരുകളില്ലാതെ വളരുന്ന ഒരു മരം അത് എത്ര ഉയരത്തിൽ പോയാലും ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ കാറ്റുണ്ടാകുമ്പോഴേക്കും അത് കടപുഴകി വീഴുന്നത് പോലെ ഇങ്ങനെ വളർന്നു വരുന്ന തലമുറ, ഈ ഡിജിറ്റൽ യുഗത്തിൽ വളർന്നു വരുന്ന തലമുറക്ക് വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്തില്ല, മാനസികമായ ഇച്ഛാശക്തിയും കരുത്തുമില്ലാതായി പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും പഠിക്കുമ്പോഴും സ്വന്തം വികാരങ്ങളെയും ഇച്ഛകളെയും നിയന്ത്രിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് വികാരങ്ങളുടെ പിറകെ കയറൂരി വിടുന്ന ഒരു സാമൂഹിക സാഹചര്യം, വിദ്യാഭ്യാസ സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ തിന്മയെയും ഹറാമുകളെ, ഹറാമും ഹലാലും, തിന്മയും നന്മയും, നീതിയും അനീതിയും, ഈമാനും കുഫറും ശിർക്കും തൗഹീദും ഇത് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള വിവേകം പങ്കുവെക്കപ്പെടുന്ന അറിവും വിദ്യാഭ്യാസവുമുള്ള കലാലയങ്ങളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസത്തെ പുനർനിർവചിക്കപ്പെടേണ്ട അവസ്ഥ അധ്യാപകരും രക്ഷിതാക്കളും ആ വിഷയത്തിൽ അങ്ങേയറ്റം ജാഗ്രത കാണിക്കേണ്ടത്, അഥവാ
കേവലം ഉപദേശികളുടെ റോള് വഹിക്കുക എന്നതിലപ്പുറം മൂല്യങ്ങൾ ചെറിയ ഇളം തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് മൂല്യങ്ങളെ കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ മാതൃകയായി കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ തന്നെ അത് മാനവരാശിയുടെ നാശത്തിന് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പുതിയ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ അങ്ങേയറ്റം ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയാണ്. ഇത് വിലപിക്കുമ്പോൾ തന്നെ മുതിർന്ന ആളുകൾ ജീവിതത്തിന്റെ ആഡംബരങ്ങളും പ്രകടനപരതയുടെയും ഒക്കെ പിറകിൽ പോയിക്കൊണ്ട് അതിന്റെയും ലഹരിയിലാണ് മുതിർന്ന തലമുറ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മക്കൾ ഡോക്ടറോ എഞ്ചിനീയറോ അടക്കമുള്ള ഉന്നതമായ പ്രൊഫഷനുകളിലേക്ക് അവരെത്തിക്കുവാൻ വേണ്ടി കാണിക്കുന്ന ഉത്സാഹം അവരെ നല്ലൊരു വ്യക്തിത്വമായി നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ആ ഉത്സാഹം കാണിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വില കൂടിയ ഗാഡ്ജറ്റുകളും വസ്ത്രങ്ങളും ആഡംബര സാധനങ്ങളും ഒക്കെ നൽകുന്നത് ഒരിക്കലും സ്നേഹത്തിന് പകരമാവുകയില്ല. അവർക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ സമയമാണ്, രക്ഷിതാക്കളിൽ നിന്ന് മാതൃകാപരമായ ജീവിതമാണ് എന്ന് നമ്മൾ ആലോചിക്കുക. അതോടൊപ്പം തന്നെ സമാധാനത്തിന്റെ കേന്ദ്രമായി തീരേണ്ടതാണ് നമ്മൾ കുട്ടികൾ വളരുന്ന നമ്മുടെ വീടകങ്ങൾ. ഈ വീടകങ്ങൾ പലപ്പോഴും ഇന്ന് അശാന്തിയുടെയും സംഘർഷങ്ങളുടെയും ഇടങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. സ്നേഹത്തിന് പകരം അവിടെ സംശയങ്ങളും അതുപോലെ തന്നെ സാമീപ്യത്തിന് പകരം അകൽച്ചയും ഇന്ന് സമൂഹത്തിൽ വലിയ തോതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ലൈംഗിക അരാജകത്വം അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന തരത്തിലേക്ക് സ്വാതന്ത്ര്യത്തെ ദുർവ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ട് വിവാഹേതര ബന്ധങ്ങളും ലിവിംഗ് ടുഗദർ സംസ്കാരവും അതിരുകളില്ലാത്ത ലൈംഗിക സ്വാതന്ത്ര്യവും ഒക്കെ മനുഷ്യനെ യഥാർത്ഥത്തിൽ മൃഗതുല്യനാക്കി മാറ്റുന്നു എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുകയാണ്. അണക്കെട്ട് തകർന്ന പുഴ പോലെയാണ് യഥാർത്ഥത്തിൽ നിയന്ത്രണങ്ങളില്ലാതെ കുത്തിയൊഴുകുന്ന വെള്ളം. അത് നാടിന് ഗുണമല്ല, നാശമാണ് വരുത്തുക. നമ്മളുടെ വികാരങ്ങളെ, ഇച്ഛകളെയും താല്പര്യങ്ങളെയും മോഹങ്ങളെയും അണകെട്ടിക്കൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാന പാഠമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ ഇതുപോലെ ഒരുമിച്ച് കൂടേണ്ടി വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും കഠിനമായ വെല്ലുവിളി. ആ വെല്ലുവിളിയെ ഏറ്റെടുക്കുവാൻ കരുത്ത് ആർജിച്ചുകൊണ്ടാണ് ഒരു മാസത്തെ കഠിനമായ വ്രതത്തിലൂടെ നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വേരുകൾ അറ്റുവീഴുന്ന മരം അത് ഒരു നിലക്കും ഒരു സമൂഹത്തിന് ഗുണകരമാവുകയില്ല. അതിന്റെ ചുവട്ടിൽ തണൽ കൊള്ളാൻ കഴിയില്ല, അതിൽ പക്ഷികൾക്ക് കൂട് വെച്ച് കഴിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുടുംബ വ്യവസ്ഥ തകരാതിരിക്കാൻ വേണ്ടി മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കുടുംബത്തിൽ വളർന്നു വരുന്ന മക്കൾ പലപ്പോഴും സമൂഹത്തിന് ഭീഷണിയായി ഭാരമായി മാറുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാകുന്നതിന് പകരം ധാർമ്മിക ബോധമുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമദാനിന്റെ ആരംഭത്തിൽ കുട്ടികൾ പള്ളിയിലേക്ക് താല്പര്യപൂർവ്വം വന്നത് കണ്ട നമ്മുടെ കാരണവന്മാർ അവരെ ചിന്തിക്കുകയാണ്, ഇവര് 5 നേരം നമസ്കാരത്തിൽ ഈ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെ ഈ കുട്ടികൾക്ക് വേണ്ടി വലിയ സമ്മാനങ്ങൾ അവർ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു പദ്ധതിക്ക് തന്നെ നമ്മുടെ മഹല്ലിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നമ്മൾ അത് സൂചിപ്പിച്ചു. 2 ദിവസം മുമ്പ് അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിൽ 7 മുതൽ 17 വയസ്സ് വരെ സ്ഥിരമായി നമ്മുടെ പള്ളിയിൽ കുട്ടികളെ ഇബാദത്തിന് വരികയും അച്ചടക്കവും ശുചിത്വവും അതുപോലെ തന്നെ മുപ്പിളമാബോധവും പഠന മികവും എല്ലാം പുലർത്തിക്കൊണ്ട് കുട്ടികൾ ഈ പള്ളിയും അതിന്റെ ചുറ്റുഭാഗവും അതിന്റെ സംസ്കാരവും മര്യാദകളും അച്ചടക്കവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന കുട്ടികളെ വലിയ സമ്മാനങ്ങളും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ചേർത്ത് പിടിക്കുകയും അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഉന്നതമായ ലക്ഷ്യത്തോടുകൂടി ഒരു പദ്ധതി നമ്മുടെ മഹല്ലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ വളർന്നു വരുന്ന തലമുറയെ ചേർത്ത് പിടിക്കാനും അവർക്ക് അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള
നോളജ്, ആ വിവരം അവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള പരിശ്രമത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാവുകയും അതിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ചെറുപ്പക്കാർ വലിയ ഭീഷണിയായിക്കൊണ്ട്, ഒരു വെല്ലുവിളിയായിക്കൊണ്ട് ചർച്ചാ വിഷയമായി മാറുകയാണ്. എന്നാൽ നമുക്കറിയാം, നമ്മൾ 7 മണിക്ക് ഈദ്ഗാഹിലേക്കൊന്ന് കുളിച്ചു മാറ്റി വരുന്നത് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ, നമ്മൾ 7 മണിക്ക് ഇവിടെ എത്തുമ്പോഴേക്കും ഈ ഈദ്ഗാഹ് ഈ രൂപത്തിൽ ഭംഗിയായി വൃത്തിയായി സജ്ജീകരിച്ചത് ഇവിടെയുള്ള ഒരു പറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. 2:30 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ട് ഇതെല്ലാം സജ്ജീകരിച്ചതിന് ശേഷം വീട്ടിൽ പോയി കുളിച്ചുകൊണ്ട് സുബഹി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇവിടെ ഈ ഈദ്ഗാഹിൽ നമുക്കെല്ലാവർക്കും ഈ ആഘോഷത്തിൽ സന്തോഷപൂർവ്വം അണിചേരാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ വളർന്നു വരുന്ന ഓരോ യുവാവും, ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബങ്ങൾ പല ദിക്കുകളിൽ നിന്നും വന്നുകൊണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കോഴിക്കോട് നഗരത്തിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ധാരാളം പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുടുംബങ്ങളിലൊക്കെ ധാരാളം യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്. അവരെയൊക്കെ ഈ മഹല്ലുമായി ബന്ധപ്പെടുത്താനും നിങ്ങൾ ഓരോരുത്തരും ഈ മഹല്ലിന്റെ സേവനങ്ങളെ നേരിട്ട് അനുഭവിക്കാനും നിങ്ങൾക്ക് മഹല്ലിൽ നിന്ന് നേരിട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധയും ജാഗ്രതയും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, അവിടെ കർട്ടനുകളിൽ നിങ്ങൾക്ക് കാണാം, ഒരു ബാർകോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ മഹല്ലിലെ ഇതിലെ ചെറുപ്പക്കാർ സംവിധാനിച്ച ഇതിന്റെ മഹല്ല് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ചെറുപ്പക്കാർ നടപ്പിലാക്കുകയാണ്. അഥവാ ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും, ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നവരൊക്കെ നമ്മുടെ മഹല്ലിന്റെ നന്മയുമായി ഒത്തുചേർന്ന് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മഹല്ലിന്റെ പള്ളിയുടെ ദീനീ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനും നിങ്ങളുടെ സേവനങ്ങളും വിലപ്പെട്ട മറ്റെല്ലാ നിലക്കുമുള്ള നിങ്ങളുടെ സേവനങ്ങൾ അത് പള്ളിക്കും ഉമ്മത്തിനും ലഭിക്കുന്നതിന് വേണ്ടി ഒരു മഹല്ല് സംവിധാനത്തിലേക്ക് ഒറ്റപ്പെട്ടുകൊണ്ടല്ല, ഫ്ലാറ്റുകളിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുക എന്നതല്ല, നമ്മളൊരു കുടുംബമായി വർത്തിക്കുന്നതിന് വേണ്ടി ഒരു അവസരമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സ്കാൻ ചെയ്തുകൊണ്ട് അതിൽ നൽകിയിട്ടുള്ള ചെറിയ വിവരങ്ങൾ അത് നിങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി ആശയങ്ങൾ, തൗഹീദിന്റെ കറകളഞ്ഞ ആശയങ്ങൾ പരസ്പരം പങ്കുവെക്കാനും ദീനിപരമായ അറിവുകൾ നേടിയെടുക്കാനും അത് ഉപകാരപ്പെടുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ സൗഭാഗ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ വളർന്നു വരേണ്ടവനാണ് ഒരു വിശ്വാസി എന്നുള്ളത് കൊണ്ട് തന്നെ യുദ്ധമായാലും ഭീഷണിയായാലും ഉന്മൂലന നടപടികൾ ഉണ്ടായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കലിമത്തു തൗഹീദിൽ നിന്ന് ഒരു നിലക്കും പിറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീറുകൾ മുഴക്കുമ്പോൾ എന്റെ താല്പര്യത്തെക്കാൾ, എന്റെ മോഹങ്ങളെക്കാൾ, എന്റെ വികാരങ്ങളെക്കാൾ, എന്റെ സ്വപ്നങ്ങളെക്കാളും പദ്ധതികളെക്കാളും ഒക്കെ എനിക്ക് വലുത് എന്റെ രക്ഷിതാവിന്റെ കൽപ്പനകളാണ്, താല്പര്യങ്ങളാണ്. എന്റെ രക്ഷിതാവ് എനിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്വർഗമാണ് എന്ന വികാരമാണ് നമ്മളെ ഓരോരുത്തരെയും ഇനി മുന്നോട്ട് നയിക്കേണ്ടത്. ജീവിതത്തിൽ ഇനി നോമ്പിന്റെ പരിരക്ഷയില്ലാതെ നമ്മൾ ജീവിതത്തിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വൈകാരികമായ എല്ലാ തൃഷ്ണകളെയും അടക്കി നിർത്തുവാനും നിയന്ത്രിച്ചു നിർത്തുവാനുമുള്ള ആഫിയത്ത്, അതിനുള്ള ഈമാനികമായ കരുത്ത് നമ്മൾ നേടിയെടുക്കണം. ഈ ഈദ്ഗാഹിൽ നിന്ന് പിരിയുമ്പോൾ അതിനുള്ള ഇച്ഛാശക്തി കൂടി ആർജിച്ചെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുപ്രധാനമായ 2 സുന്നത്തുകൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ചെറിയ പെരുന്നാൾ ദിവസം ഇന്ന് നോമ്പെടുക്കുന്നത് ഹറാമാണ്. ഇന്നലെ വരെ നോമ്പെടുക്കാം, പക്ഷെ ഇന്ന് നോമ്പെടുക്കാൻ പാടില്ല. ഓരോ വിശ്വാസിയും ഒരു ദുഃഖ കാരണത്താലും അയാളുടെ സന്തോഷത്തിൽ നിന്ന് അയാൾ വിട്ടുനിൽക്കാൻ പാടില്ല. എന്നാൽ നാളെ മുതൽ ശവ്വാൽ മാസത്തിൽ 6 നോമ്പുകൾ, സിത്തം മിൻ ശവ്വാൽ, 6 നോമ്പുകൾ, ആ 6 നോമ്പുകൾ എടുക്കുന്നതോടുകൂടി ഒരു വിശ്വാസി ഒരു മാസം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമാണ് അയാൾക്ക് നൽകപ്പെടുക. അഥവാ 30 ദിവസം കൊണ്ട് നമുക്ക് 300 ദിവസത്തെ പ്രതിഫലം ലഭിക്കുമെങ്കിൽ ബാക്കിയുള്ള 6 നോമ്പ് കൊണ്ട് 2 മാസത്തെ പ്രതിഫലം കൂടി നമുക്ക് നേടിയെടുക്കാനും ഒരു വർഷക്കാലം തുടരെ നോമ്പെടുത്ത വിശുദ്ധി നേടിയെടുക്കാൻ, പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പെരുന്നാളിന്റെ
ഈദ്ഗാഹിലെ പിരിവാണ്. അത് സ്വതക്ക, അത് കേവലം എവിടെ ചെന്ന് കഴിഞ്ഞാലും അന്ന് വീഗാലാൻഡിൽ പോയ പോലെയാണ്. എവിടെ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ പിരിവുകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ സുന്നത്താണ്. അഥവാ അവിടുന്ന് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് അയക്കുകയും അദ്ദേഹം അവിടെ തുണി വിരിച്ചുകൊണ്ട് സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ, ആഭരണങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വലിയ തലച്ചുമടായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് കണ്ട സ്വഹാബികൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്രകാരം നമ്മുടെ പോക്കറ്റിൽ പുതുവസ്ത്രമായതുകൊണ്ട് പോക്കറ്റിൽ ഒരു പക്ഷേ നമ്മൾ തുകയൊന്നും കരുതിയിട്ടുണ്ടാവില്ല എങ്കിലും നമ്മളുടെ ഫോണിലെ ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടെങ്കിലും ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇന്നത്തെ തുക മുഴുവനും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ISMന്റെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ കൊച്ചുകുട്ടികളുടെ ആ ഒരു വർഷക്കാലത്തെ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ കായികവും വിദ്യാഭ്യാസപരവും സാമൂഹികവും മതപരവുമായിട്ടുള്ള വിവിധ മേഖലകളിൽ അവർക്ക് പ്രവർത്തിക്കുവാനുള്ള മാസ്റ്റർ പ്ലാനുകൾ അവർ തയ്യാറാക്കി കഴിഞ്ഞു. ആ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സംഭാവന സ്വതക്കയായിക്കൊണ്ട്, മുതൽക്കൂട്ടായിക്കൊണ്ട് പരമാവധി തുക നൽകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിനത്തിൽ നമുക്ക് ആഘോഷിക്കുവാൻ വേണ്ടി ആയുസ്സും ആരോഗ്യവും അവസരവും നൽകിയ അല്ലാഹുവിനെ ഏറെ സ്തുതിക്കുവാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിവില്ലായ്മ കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ആൾക്കൂട്ടത്തിൽ വെച്ച് തനിച്ചിരുന്ന് ഇരുട്ടത്ത് വെളിച്ചത്ത് ഒരുപാട് തിന്മകൾ, തെറ്റുകൾ, ഹറാമുകൾ ചെയ്തു പോയിട്ടുള്ള ആളുകളാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിലുടനീളം സത്യവിശ്വാസവും സത്യസന്ധതയും വിശുദ്ധിയും തൗഹീദും മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഏറ്റവും ഉത്തമരായ മുഅ്മിനീങ്ങളിൽ, മുത്തഖികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ മാത്രം ആട്ടിയോടിക്കപ്പെടുകയും അക്രമത്തിനിരയാവുകയും രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം മുസ്ലിമീങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാനിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനും അതൊക്കെ സഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ള ഈമാനികമായ കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെപ്പോലെ ഈദ്ഗാഹിലേക്ക് ചെന്നുകൊണ്ട് നമസ്കരിക്കാൻ അവസരമില്ലാതായിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ. അല്ലാഹു അവരുടെ മനസ്സുകൾക്ക് ഈ പുണ്യസുദിനത്തിൽ സന്തോഷവും ആഹ്ലാദവും അല്ലാഹു നിറച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിക്കേറ്റവർക്ക് ആരോഗ്യത്തെ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കുവാനുള്ള ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇത്തരത്തിൽ വിശ്വാസികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് അറുതി വരുത്തുകയും അക്രമികളായ അനീതി ചെയ്യുന്ന ഭരണാധികാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്ക് നിർത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ധാരാളം ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പരിചയമുള്ള 2-3 വ്യക്തികളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, വേണ്ടപ്പെട്ടവർ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ ആയിക്കൊണ്ട് അവശനിലയിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ സന്തോഷ ദിവസം മുഹൂർത്തത്തെ നമ്മൾ ചെലവഴിക്കാൻ. അല്ലാഹു എല്ലാവർക്കും ഈ സന്തോഷത്തിൽ പങ്കെടുക്കുവാനുള്ള ആശ്വാസവും സ്വാന്തനവും ശിഫയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണ്ടി ഈ ഒത്താശകളൊക്കെ ചെയ്തു വന്ന പാതിരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് വന്നുകൊണ്ട് ഈ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു വന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക്, ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇതിന് നേതൃത്വം നൽകിയ ഇതിന്റെ സംഘാടകർക്ക്, കമ്മിറ്റിക്കാരും എല്ലാവർക്കും അല്ലാഹുവിന്റെ ദീനിന്റെ സേവനത്തിൽ അത് ആത്മാർത്ഥതയോടുകൂടി, ഐക്യത്തോടെ, മൈത്രിയോടുകൂടി അത് തുടർന്ന് നിർവഹിക്കുവാനും സേവനം ചെയ്യുവാനുമുള്ള സന്മനസ് അല്ലാഹു അവർക്ക് നിലനിർത്തുമാറാകട്ടെ. ഇത്തരം സൽപ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാനും അതിനോട് സഹകരിക്കാനും അതിന്റെ കൂടെ നിൽക്കുവാനുമുള്ള അതിനുള്ള താല്പര്യം അല്ലാഹു നമ്മളിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ
നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, മഹലിൽ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഈദ്ഗാഹിലേക്ക് സുന്നത്തിന്റെ പ്രകാരമാണ് നമ്മൾ നേരത്തെ ഈ ഈദ്ഗാഹ് നിശ്ചയിച്ചത്. തീർച്ചയായും എല്ലാ ആളുകളും താല്പര്യപൂർവ്വം അത് കൃത്യസമയം പാലിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وصيامنا وصلاتنا وزكاتنا وصالح أعمال كلنا يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين.